അപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും നേടുന്നതിന് വേണ്ടി, പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും, ഓരോ നിമിഷവും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്, തേടിക്കൊണ്ടിരിക്കുന്നത്? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടെ, സമാധാനത്തോടു കൂടെ ജീവിക്കുക എന്ന അടിസ്ഥാനപരമായിട്ടൊരാഗ്രഹം. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓട്ടപ്പന്തയം മുഴുവൻ നടത്തുന്നത്. അപ്പോൾ ആ ഓട്ടപ്പന്തയം ശരിയാണോ? തെറ്റാണോ? ആഗ്രഹങ്ങൾ ശരിയാണോ? തെറ്റാണോ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചില കാഴ്ചപ്പാടുകൾ അതിനെക്കുറിച്ച് ആവശ്യമാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്കില്ലെങ്കിൽ നമ്മളിങ്ങനെ നിരന്തരം പോയിക്കൊണ്ടേയിരിക്കും. നിരന്തരം പലതിനും വേണ്ടി പരതിക്കൊണ്ടിരിക്കും, ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു മനസ്സിനൊരു സംതൃപ്തി, ഒരു സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം വരും. കാരണം എത്രമാത്രം നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാലും പിന്നെ അതിൻ്റെ അടുത്തത്, പിന്നെ മറ്റൊരു കാര്യം, പിന്നെ വേറൊന്ന്, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഒരിക്കലും പ്രാപ്യമല്ലാത്ത രീതിയിൽ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാതിരുന്നു കഴിഞ്ഞാലോ, അതിനുവേണ്ടി ശ്രമിച്ച് അത് ലഭിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ ശ്രമിക്കാതെ ഇരുന്നു കഴിഞ്ഞാലോ, അപ്പോഴും അസ്വസ്ഥതയാണ്. എനിക്കത് അതിനുവേണ്ടി ശ്രമിക്കാമായിരുന്നു. ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് നേടാമായിരുന്നു. ഞാനൊന്നും ശ്രമിച്ചതുപോലുമില്ല എന്ന കുറ്റബോധവും പിന്നെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും പ്രശ്നമാണ്. ആഗ്രഹങ്ങൾ നേടിയാലും നേടിയില്ലെങ്കിലും പ്രശ്നമാണ് എന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കുന്നതാണ്. പല കാര്യങ്ങളും ആഗ്രഹിച്ചു പലതും നേടി സന്തോഷവാനാണോ അല്ലെങ്കിൽ സമാധാനമുണ്ട് ഇല്ല. പല ആഗ്രഹങ്ങളും നമ്മൾ ത്യജിച്ചു. അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് നമ്മൾ കണ്ടെത്തി. അങ്ങനെ നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ മനസ്സിന് സ്വസ്ഥതയുണ്ടോ? ഇല്ല. പലതും നേടാൻ സാധിച്ചില്ല. പല ആളുകളും പലതും നേടി എനിക്കൊന്നും നേടാൻ സാധിച്ചില്ല എന്ന ചിന്തകൾ അതും നമ്മളെ അസ്വസ്ഥമാക്കുന്നു. അപ്പോൾ ആത്യന്തികമായിട്ട് നമുക്ക് ആവശ്യം നമ്മുടെ മനസ്സിനെ ശാന്തമായിട്ട് നിലനിർത്തുക എന്നത് തന്നെയാണ്. മനസ്സിനെ ശാന്തമായിട്ട് നിലനിർത്തുവാൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ ശ്രമിക്കുന്നില്ലേ ഇല്ല എന്ന് മാത്രമല്ല, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതൊരു തരം വിരോധാഭാസമാണ്. ഇതിനർത്ഥം നമ്മൾ കാര്യങ്ങളെല്ലാം ത്യജിച്ച് നമ്മുടെ ജീവിത സൗഭാഗ്യങ്ങളെല്ലാം ത്യജിച്ച് നമ്മുടെ വിജയത്തിനും നമ്മുടെ ആഗ്രഹങ്ങൾ നേടുന്നതിനും വേണ്ടി ശ്രമിക്കാതിരിക്കുക എന്ന അർത്ഥമല്ല. നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ കാര്യങ്ങൾ ലഭിക്കുക, ലഭിക്കാതിരിക്കുക എന്നതിനേക്കാൾ ഉപരിയാണ് നമ്മുടെ മാനസികാവസ്ഥ ശാന്തമായി നിലനിർത്തുക എന്നത്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ച് ആ ഒരു സ്റ്റേറ്റിലൂടെ കടന്നു പോകുമ്പോൾ പിന്നീട് നമുക്കുണ്ടാകുന്ന വിജയങ്ങളും പരാജയങ്ങളും വളരെ മനോഹരമായിട്ട് നമുക്ക് മാനേജ് ചെയ്യുവാൻ സാധിക്കും. നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വിജയവും അതിൻ്റെ മാധുര്യം കൂടിക്കൊണ്ടിരിക്കും. പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനാവശ്യം നമ്മുടെ മനസ്സിനെ നിലയ്ക്ക് നിർത്തുക എന്നത് തന്നെ. അപ്പോൾ മനസ്സിനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി നമ്മൾ അതിനോട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ച് ഡിസിപ്ലിനും ഫോക്കസും ഒക്കെ ബലം പിടിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും റിസൾട്ടുകൾ ലഭിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിനെ ശാന്തമായ രീതിയിൽ ശാന്തമാക്കുക, പരമായി ശാന്തമാക്കുക.
തന്ത്രപരമായി നമുക്ക് അനുകൂലമാക്കി മാറ്റുക. ഇതാണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യം. അതിന് ഓരോ ദിവസവും നമ്മുടെ ബ്രെയിനിനെ, മനസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിനെപ്പോഴും സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടാൻ വളരെയധികം താല്പര്യമാണ്. സോഷ്യൽ മീഡിയ വഴിയോ, ഗോസിപ്പ് വഴിയോ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വഴിയോ ഒക്കെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങളിലൂടെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നു. നമ്മളും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരല്പസമയം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും മനസ്സിനെ ശാന്തമാക്കുന്ന കാര്യങ്ങളിലേക്കില്ല, മനസ്സിന് പ്ലഷർ നൽകുന്ന, മനസ്സിനെ വൈബ്രേറ്റ് ചെയ്യുന്നതിന്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ ചെലുത്താറുള്ളത്. എന്നാൽ മനസ്സിനെ ശാന്തമാക്കി നിലനിർത്തുവാൻ നമ്മളൊരു ശ്രമം നടത്തുകയാണെങ്കിൽ, ആ ശ്രമം നമ്മൾ ക്രമേണ തുടരുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിനെ ഏത് നിമിഷത്തിലും ശാന്തമായി നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കില്ലെങ്കിൽ കൂടിയിട്ടും മനസ്സുകൊണ്ട് തന്നെ സന്തോഷത്തിൽ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത് എന്തെങ്കിലും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയേ സന്തോഷം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു കണ്ടീഷൻ ആവശ്യമാണ്. ഇന്ന കാര്യങ്ങൾ ലഭിച്ചാൽ ഞാൻ സന്തോഷവാനാവും, ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സന്തോഷവാനാവും, ഇത്ര റീൽസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ സന്തോഷവാനാവും, ഇന്ന ഇന്ന ഭക്ഷണം കഴിച്ചാൽ സന്തോഷം വരും, ഇന്ന ഇന്ന സുഹൃത്തുക്കളുടെ കൂടെ കറങ്ങിയാൽ സന്തോഷം ലഭിക്കും. ഇങ്ങനെ നമ്മൾ ഓരോത്തിനും ഓരോ കാര്യത്തിനും കണ്ടീഷൻ കൊടുത്തിരിക്കുന്നു സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ ലഭിക്കണം, സന്തോഷം ലഭിക്കാൻ എന്ന ചിന്തയുമായി നമ്മൾ നടന്നു നീങ്ങുമ്പോൾ നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കുന്നതിനായി മറ്റു വസ്തുക്കളെ, വ്യക്തികളെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ ആ വ്യക്തിയെ നിങ്ങൾക്ക് കാണുവാൻ, അല്ലെങ്കിൽ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാഹചര്യം ലഭിച്ചില്ലെങ്കിൽ അത് ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ഇന്ന ഇന്ന കാര്യങ്ങൾ നേടാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ അതല്ലാതെ തന്നെ നമുക്ക് പ്രാക്ടീസിലൂടെ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത്, എവിടെയാണോ നിങ്ങൾ സമയം ചിലവഴിക്കുന്നത്, ആ നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി സന്തോഷത്തെയും സമാധാനത്തെയും മാനിഫെസ്റ്റ് ചെയ്യുവാൻ, അനുഭവിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ആവശ്യമില്ല എന്നുള്ളതല്ല. അതൊക്കെ ആവശ്യമാണ്. അതിനൊക്കെ നമ്മൾ ശ്രമിക്കുകയും വേണം. അതൊക്കെ നമ്മുടെ ജീവിതമാകുന്ന ഗെയിമിൻ്റെ ഒരു ഭാഗവുമാണ്. അപ്പോൾ അതൊക്കെ നിഷേധിച്ച് എല്ലാം ശരിയാവും, എല്ലാം ശാന്തമാവും, സംതൃപ്തി ലഭിക്കും എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിവെക്കാം. പക്ഷേ നമ്മുടെ സന്തോഷം, സമാധാനം നിലനിർത്തുന്നതിന് നമ്മൾ നമ്മുടെ കൂടെ ഇരുന്നാൽ മതി. നമ്മളെ ഒന്ന് സ്നേഹിച്ചാൽ മതി. നമ്മളെ പരിപൂർണമായി അംഗീകരിച്ചാൽ, ആക്സെപ്റ്റ് ചെയ്താൽ ഈ പറയുന്ന സമാധാനവും ശാന്തിയുമൊക്കെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. എന്നാൽ ഇത് അങ്ങനെ പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയായി വന്ന് സമാധാനത്തിലേക്ക് വരും എന്നതല്ല. പ്രാക്ടീസിലൂടെ, ഓരോ ദിവസവുമുള്ള പ്രാക്ടീസിലൂടെ, ഹാബിറ്റിലൂടെ നമുക്ക് അത് സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കും. അതിന് മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തുവാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങളോടിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്
എൻ്റെ ചിന്തകൾ, എൻ്റെ പരാജയങ്ങളെക്കുറിച്ച്, എനിക്ക് ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച്, എനിക്ക് ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കൊരു തരത്തിലും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്തോഷത്തെ, സമാധാനത്തെ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ നിമിഷത്തിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളോട് ആശയങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് എനിക്ക് അങ്ങേയറ്റം സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു പ്രോസസ്സാണ്. ഇതിന് പ്രത്യേകിച്ച് ഞാൻ പുറത്ത് ഇന്ന കാര്യം ലഭിച്ചു കഴിഞ്ഞാൽ സന്തോഷവാനാവും എന്നൊരു കണ്ടീഷൻ വെക്കുന്നില്ല. എന്നാൽ ഈ നിമിഷം പരിപൂർണമായിട്ടും അതിലേക്ക് ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്ത് റിലാക്സായി ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം ലഭിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഏത് പ്രവൃത്തിയും നമ്മളതിൽ ചെയ്യുന്ന സമയത്ത് മറ്റു ചിന്തകളിലേക്ക് പോകാതെ, ജഡ്ജ്മെൻ്റ് ഒന്നുമില്ലാതെ നമ്മൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ, അതിലേക്ക് പരിപൂർണമായിട്ടും ശ്രദ്ധ കൊടുത്ത് അത് ചെയ്യുമ്പോൾ, അത് ബലം പിടിച്ചിട്ടുള്ള ശ്രദ്ധ കൊടുക്കലല്ല, വളരെ റിലാക്സ്ഡായിട്ട് ഫ്ലെക്സിബിളായി ചെയ്യുന്ന ആ കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുത്ത് ഒരു ഒഴുക്ക് പോലെ നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് നൽകുന്നത്, വല്ലാത്തൊരു സമാധാനമാണ് നൽകുന്നത്. ആ സ്വസ്ഥതയും സമാധാനവും നമ്മൾക്ക് ഏത് സാഹചര്യത്തിലും നിലനിർത്തുവാൻ സാധിച്ചു കഴിഞ്ഞാൽ, നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ഇമോഷൻസ് ഇതൊക്കെ വന്നു കഴിഞ്ഞാലും അധിക സമയമൊന്നും അത് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കില്ല. അങ്ങനെ നമ്മുടെ മനസ്സിനെ ഒരു തരത്തിലുള്ള ചിന്തകൾക്കും, സാഹചര്യങ്ങൾക്കും, വ്യക്തികൾക്കും മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുവാൻ സമ്മതിക്കില്ല എന്ന് നമ്മളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് ഈ നിമിഷത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ മാനസികമായിട്ടുള്ള ഊർജം വർദ്ധിക്കും, ക്ഷീണമൊക്കെ പമ്പ കടക്കും, നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവപ്പെടും. നമ്മുടെ ബ്രെയിനിൽ തന്നെ ഉണ്ടല്ലോ ഈ സന്തോഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ്. അത് പലപ്പോഴും ആക്ടിവേറ്റ് ആവുന്നത് നമ്മളുടെ ശീലത്തിലൂടെ, അതായത് എനിക്ക് ഇന്ന കാര്യങ്ങൾ ലഭിക്കുമ്പോഴാണ് സന്തോഷം ലഭിക്കുക എന്നൊരു കണ്ടീഷൻ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാലേ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ, സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു നിർദ്ദേശമാണ് നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളും കൂടുതൽ സമയം അസ്വസ്ഥരും, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു, ഓവർ തിങ്കിങ്, പ്രശ്നങ്ങളെക്കുറിച്ചും പരാതികളെക്കുറിച്ചും കൂടുതൽ ബോധവാനാകുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ നമ്മളെ തന്നെ പരിശീലിപ്പിക്കുക സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നതിന് വേണ്ടി. ഒരല്പസമയം ഇങ്ങനെ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു സ്റ്റിമുലേഷനും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റീസ് ഒന്നുമില്ലാതെ മനസ്സിലൊരു സമാധാനത്തോടു കൂടെ, സന്തോഷത്തോടു കൂടെ ഇരിക്കാനൊന്ന് തീരുമാനിച്ച് അല്പസമയം ഒന്ന് ചിലവഴിച്ച് നോക്കൂ. അങ്ങനെ നിങ്ങൾ പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ തന്നെ, മനസ്സ് തന്നെ സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഒക്കെ പ്രത്യേകിച്ച് ഒന്നും നേടാതെ തന്നെ നിങ്ങളിലേക്ക് തരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന ശബ്ദം, ഈ വീഡിയോ, ഇതിലേക്ക് തന്നെ ശ്രദ്ധ കൊടുത്ത് ഒരല്പസമയം ഒന്ന് ഇരുന്ന് നോക്കൂ. വല്ലാത്തൊരു സമാധാനവും ശാന്തിയും ചിന്തകളുടെ കുറവും അനാവശ്യമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ മനസ്സിൽ നിന്ന് അകലുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. അത് നിങ്ങളുടെ മനസ്സ് സൃഷ്ടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നിങ്ങൾ അങ്ങനൊരു കമൻറ്റ് മനസ്സിന് കൊടുത്തു, ഞാനിപ്പോൾ സ്വസ്ഥമായിട്ട് ഇരിക്കുവാൻ പോവുകയാണ്, ഈ കേൾക്കുന്ന ഈ പ്രവൃത്തിയിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുകയാണ്, പ്രത്യേകിച്ചൊരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ.
പ്രത്യേകിച്ചൊരു കണ്ടീഷനുമില്ലാതെ എൻ്റെ ശ്രദ്ധ പരിപൂർണമായി ഇതിലേക്ക് ഞാൻ കൊടുക്കുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സമാധാനവും ഫോക്കസും ഒക്കെ ലഭിക്കുന്നു. അപ്പോൾ പ്രാക്ടീസിലൂടെ നമുക്കൊക്കെ ഈ ശാന്തമായിട്ടുള്ള അവസ്ഥ അതിനെ അനുഭവിക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ നമ്മുടെ നിമിഷങ്ങളും മണിക്കൂറുകളൊക്കെ കടന്നു പോകാൻ തീരുമാനിക്കുമ്പോൾ പിന്നെ അവിടെ സ്ട്രെസ്സിനെവിടെ അവസരം? സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ അതിൻ്റെ വഴിക്ക് റിലീസായി പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. പലപ്പോഴും അസ്വസ്ഥമാക്കുന്ന ചിന്തകളും വികാരങ്ങളുമൊക്കെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന കുറേ കഥകളാണ്. അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ മനസ്സിനെയൊക്കെ സ്വസ്ഥമായിട്ടിരുന്നൊന്ന് നിരീക്ഷിക്കുവാൻ, ഒബ്സർവ് ചെയ്യുവാനൊക്കെ നമ്മൾ തയ്യാറാവണം. അങ്ങനെ തയ്യാറാവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറേ നമ്മുടെ മനസ്സ് കാട്ടിക്കൂട്ടുന്ന ചില അഭിനയങ്ങളാണെന്ന്. പക്ഷെ നമ്മൾ അതിൽ പെട്ടുപോകുന്ന സമയത്ത് നമുക്കത് അറിയാൻ സാധിക്കില്ല. നമ്മൾ ആ തിരക്കിൽപ്പെട്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് അസ്വസ്ഥമായി ചിന്തിച്ച് നെഗറ്റീവ് അടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് യാഥാർത്ഥ്യം എന്ന് വിശ്വസിച്ച് പിന്നീട് കുറേ കഴിയുമ്പോഴൊക്കെയാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അറിയുവാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ ചിന്തിച്ച ഈ ചിന്തകളൊക്കെ എന്തിനാണ്? എന്തിനാണ് ഇത്രമാത്രം ഞാൻ വികാരഭരിതനായത്? എന്തിനാണ് ഞാൻ ഇത്രമാത്രം ഭയന്നത്? എന്തിനാണ് ഞാൻ ഇത്രമാത്രം ആളുകളോട് വളരെ മോശമായിട്ട് ആളുകളെക്കുറിച്ച് ചിന്തിച്ചത്? എന്നൊക്കെ പിന്നീട് ബോധോദയം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് അത്തരം ചിന്തകൾ വരും. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ചിന്തകളും വികാരങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് തന്നെ അവയൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത് യാഥാർത്ഥ്യമാണോ എൻ്റെ ഈ ചിന്തകൾ? അതോ ഇത് എൻ്റെ മനസ്സ് തന്നെ എന്നെ കളിപ്പിക്കുന്നതാണോ? അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിടുതൽ നേടുവാനും മനസ്സിനെ ഒരു സ്വസ്ഥമായ ശാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനൊക്കെ സാധിക്കും. ഇതിനർത്ഥം നമ്മൾക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവില്ല, നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവില്ല എന്നല്ല. പക്ഷേ അത് വന്നാൽ തന്നെ അധിക കാലമൊന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കില്ല നിങ്ങൾ ഇത്തരം പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ. നമ്മുടെ മെൻ്റൽ എനർജിയുടെ നല്ലൊരു ശതമാനം നഷ്ടപ്പെടുന്നത്, ശരീരത്തിൻ്റെ ക്ഷീണം അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടുന്നത് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഇമോഷൻസും പരിധിയിൽ കൂടുതൽ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന സന്തോഷമാണ് സമാധാനം, സന്തോഷം എന്ന് നമ്മൾ കരുതാതിരിക്കുക. കാരണം അതുകൊണ്ടാണ് നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് തന്നെ ഓരോ നിമിഷവും നമ്മൾ മൊബൈൽ എടുത്ത് നോക്കുന്നു. ഒന്ന് അസ്വസ്ഥമാകുമ്പോൾ തന്നെ ഫോൺ എടുത്ത് നോക്കുന്നു. ഒരല്പസമയം ബോറടിക്കുന്ന സമയത്ത് നമ്മളത് എടുത്ത് നോക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്, മനസ്സിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്, സബ് കോൺഷ്യസ് മൈൻഡ് ഒരു തെറ്റിദ്ധാരണയാണ്. എനിക്ക് പുറമേ നിന്നും എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ, സമാധാനം ലഭിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ എപ്പോഴും സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുന്നു. ഫോക്കസ് നഷ്ടപ്പെടുമ്പോൾ ഡിസിപ്ലിൻ നഷ്ടപ്പെടുന്നു. സെൽഫ് ഡിസിപ്ലിൻ, അതായത് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ തീരുമാനിക്കുന്നു, പക്ഷേ ഒരു കാര്യം നമ്മൾ നടപ്പിലാക്കുന്നില്ല. നേരത്തെ എഴുന്നേൽക്കണം, വ്യായാമം ചെയ്യണം, മെഡിറ്റേറ്റ് ചെയ്യണം, ഇൻകം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ബിസിനസ്സോ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലിയോ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം. ഇങ്ങനെയൊക്കെ നമ്മളുടെ മനസ്സിൽ പ്ലാനുകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളൊന്നും പിന്നീട് നടപ്പിലാക്കുന്നില്ല. അങ്ങനെ നടപ്പിലാക്കാതെ വരുന്ന സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ ഒരു വെറുപ്പും അസ്വസ്ഥതയും, നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് മതിപ്പ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ മനസ്സിനെ, ബ്രെയിനിനെ ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രമാണ്. നമ്മൾ ഉപയോഗിക്കുന്നതിന് കൂടുതലും ഈ പറഞ്ഞ സ്റ്റിമുലേഷന് വേണ്ടിയിട്ടാണ്. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്.
കൂടുതലും ഇന്നത്തെ കാലത്ത് ആളുകൾ ഉപയോഗിക്കുന്നത് ഫോൺ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നതിന്, സിനിമ, സുഹൃത്തുക്കളുടെ കൂടെ കറങ്ങൽ, ഇതൊന്നും ബാലൻസ് ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ടാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്ക് ഇതിലൊരു കൺട്രോളും ഇല്ലാതെ നമ്മളിത് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബ്രെയിൻ പവർ കൂടുതൽ ഉപയോഗിക്കുകയും പിന്നീട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള മോട്ടിവേഷൻ നമുക്കില്ലാതിരിക്കുകയും ചെയ്യുന്നു. നിങ്ങളിപ്പോൾ ഒരല്പസമയം ഈ വീഡിയോ മാത്രം കണ്ട് ഒരല്പസമയം ഇങ്ങനെ സമയം ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമായിട്ട് മാറുകയും അനാവശ്യമായിട്ടുള്ള കുറേ ചിന്തകളൊക്കെ അകന്നു പോവുകയും നിങ്ങൾക്ക് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള കഴിവൊക്കെ വർദ്ധിക്കുകയും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിലൂടെ ലഭിക്കും. എന്നാൽ മനസ്സിങ്ങനെ ചിന്തിക്കുകയാണ്, അടുത്ത വീഡിയോ കാണാം, അടുത്ത റീല് കാണാം, വാട്സപ്പിലെ മെസ്സേജ് ഒന്ന് നോക്കാം, അപ്പുറത്ത് എന്താ കാര്യങ്ങൾ നടക്കുന്നത് അതൊന്ന് നോക്കാം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊന്നും ചെയ്തില്ലല്ലോ, അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇങ്ങനെ പല നൂറായിരം കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകുമ്പോൾ നമ്മുടെ മനസ്സ് ഇങ്ങനെ സ്റ്റിമുലേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അതിന് സ്വസ്ഥമാകാൻ സാധിക്കുന്നില്ല. അത് വിചാരിക്കുന്നു മറ്റെന്തെങ്കിലും സന്തോഷം ലഭിക്കുന്ന കാര്യം ലഭിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ചെയ്താൽ മാത്രമേ എൻ്റെ ഈ ബോറടി മാറുകയുള്ളൂ, ടെൻഷൻ മാറുകയുള്ളൂ, അസ്വസ്ഥത മാറുകയുള്ളൂ. എന്നാൽ ഒരല്പസമയം നിങ്ങൾ ഈ വീഡിയോ കേൾക്കുകയോ അല്ലെങ്കിൽ വളരെ സ്വസ്ഥമായിട്ടിരിക്കുകയോ മറ്റൊരു തരത്തിലുള്ള സ്റ്റിമുലേഷനും ഇല്ലാതെ ഒരു അല്പസമയം ഇരിക്കാൻ നിങ്ങൾ തയ്യാറായി, അത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ വേണം നേടിയെടുക്കേണ്ടത്. കാരണം പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാം എന്ന് വിചാരിക്കുമ്പോൾ കുറേ ചിന്തകളൊക്കെ വരാം, ചിലപ്പോൾ വന്നില്ലേ എന്നും ഇരിക്കാം. അങ്ങനെ നമ്മളെ തന്നെ സ്വസ്ഥമായിട്ട് നമ്മുടെ കൂടെ ഇരിക്കുവാൻ തയ്യാറായാൽ അതിനേക്കാൾ വലിയ സന്തോഷവും സംതൃപ്തിയും സമാധാനവും നമുക്ക് ലഭിക്കാനില്ല തന്നെ. ഇങ്ങനെ നിരന്തരം നമ്മൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന് മെഡിറ്റേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാം, ഈ വീഡിയോ കാണാം, ഒക്കെ ചെയ്യാം. അങ്ങനെ ഇരുന്ന് നമ്മൾ പരിശീലനം നടത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ ശക്തിയും എനർജിയും ഒക്കെ കൂടുന്നതായും ഫോക്കസ് വർദ്ധിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇതൊന്നും നമുക്ക് പുറത്തുനിന്ന് വരുന്നതല്ല. നമ്മുടെ ബ്രെയിനിന്, മനസ്സിന് ശരിയായിട്ടുള്ള രീതിയിലുള്ള വിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ അത് ലഭിക്കുക തന്നെ ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ മനസ്സ് അഥവാ ബ്രെയിന് രാത്രി ഉറങ്ങുന്ന സമയത്തും സ്റ്റിമുലേറ്റഡ് ആണ്. കാരണം ഉറങ്ങുന്നത് വരെ നമ്മൾ ഫോണിൽ നോക്കുന്നു, കുറേ ചർച്ചകളും കുറേ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ചിന്തകളൊക്കെ നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നു. ഉറങ്ങുന്ന സമയത്ത് ഇത് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ ഉണരുന്ന സമയത്ത് നമുക്ക് സ്വസ്ഥതയോ അല്ലെങ്കിൽ ഉണർവോ ഒന്നുമല്ല ലഭിക്കുന്നത്. ലഭിക്കുന്നത് ക്ഷീണവും, ഇത്ര നേരം കിടന്നുറങ്ങില്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് ക്ഷീണം? അപ്പോൾ കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ മനസ്സിനെ, ബ്രെയിനിനെ ശാന്തമാക്കുന്നതിന് വേണ്ടി നമ്മൾ സമയം നീക്കിവെച്ചേ പറ്റൂ. കാരണം അങ്ങനെ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ കൂടുതൽ ഇഫക്റ്റീവായി, പ്രൊഡക്റ്റീവായിട്ടൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് പുരോഗതി അനുഭവപ്പെടുന്നത്. നല്ല ബന്ധങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള വളർച്ച, കരിയറിലെ വളർച്ച, ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ബ്രെയിനിനെ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്. ജീവിതത്തിൽ വിജയങ്ങൾ നേടിയിട്ടുള്ള ആളുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ അവരുടെ ബ്രെയിനിനെ, മനസ്സിനെ ഉപയോഗിച്ചത് കുറേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കാൻ, ടെൻഷൻ അടിക്കാൻ, നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ, ഓവർ തിങ്കിങ്ങിന്, കുറേ സിനിമ കാണുന്നതിന്, കറങ്ങി നടക്കുന്നതിന്, ഇതിനൊന്നും ആയിരുന്നില്ല. അവർ അവരുടെ മനസ്സ് ഉപയോഗിച്ചിരുന്നത് ഫോക്കസിലൂടെ അവർ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പരിപൂർണ്ണ ശ്രദ്ധ കൊടുത്ത് അതിൽ എൻജോയ്മെൻറ്റ് കണ്ടെത്തി, ആ പ്രവൃത്തിയിൽ എൻജോയ്മെൻറ്റ് കണ്ടെത്തി, അതിലൊരു ഫ്ലോ സ്റ്റേറ്റ് അഥവാ മനസ്സിനെ ഒരു ഒഴുകുന്ന സ്റ്റേറ്റ് എന്ന് പറയും.
അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്ത് എടുത്തതുകൊണ്ട് അവരുടെ ബ്രെയിനൊന്നും പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാതെ വളരെ സ്വസ്ഥവും ശാന്തമായിട്ടും എന്നാൽ വളരെ സന്തോഷത്തോടു കൂടിയും നിരന്തരമായി അവർ പ്രവർത്തികൾ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് പല റിസൾട്ടുകളും ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. വലിയ വിജയങ്ങൾ വേണമെന്നൊന്നുമില്ല. ബില്യൺ കണക്കിന് അല്ലെങ്കിൽ മില്യൺ കണക്കിന് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലുണ്ട്, അല്ലെങ്കിൽ അത്തരം വരുമാനം വരുന്നു. നിങ്ങളെ സ്വപ്ന ജീവിതം നിങ്ങൾക്ക് ലഭ്യമായി, അങ്ങനെ വേണമെന്നൊന്നുമില്ല. എന്നാൽ നമ്മുടെ ബ്രെയിനിനെ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ സാധ്യമാണ് താൻ. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം, സ്വപ്നങ്ങളൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നോടിയായിട്ട് ചെയ്യേണ്ട കാര്യം മനസ്സിനെ ഫോക്കസോടുകൂടെ ശാന്തമായി നിലനിർത്തുവാൻ പരിശീലിപ്പിക്കുക എന്നുള്ളത് തന്നെ. നമുക്കൊക്കെ ആവശ്യമാണ് ആ അവസ്ഥ. നമുക്കൊക്കെ അത് ലഭ്യമാവുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില സന്ദർഭങ്ങളിലൊക്കെ ചെറിയ ചെറിയ കമൻറ്റുകൾ വരുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ ആളുകളുടെ നിങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളോ മറ്റോ വരുന്ന സമയത്ത് തന്നെ വല്ലാതെ മനസ്സ് അസ്വസ്ഥമാവുകയും ഇമോഷണൽ ആവുകയും ചെയ്യുന്നതൊക്കെ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ വളരെ ശാന്തമായിട്ട് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ആര് നിങ്ങളെ വിമർശിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യാൻ പോകുന്നേയില്ല. അപ്പോൾ ഈ രണ്ട് സന്ദർഭവും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സ്, ബ്രെയിൻ എപ്പോഴൊക്കെ ശാന്തമായിട്ടിരിക്കുന്നുവോ ആ സമയത്ത് ഏത് സാഹചര്യത്തെയും നമുക്ക് നേരിടുവാനുള്ള കരുത്ത് ലഭിക്കുകയും നമ്മളതിനെ നേരിടുകയും ചെയ്യും. എന്നാൽ മനസ്സ് എപ്പോൾ അസ്വസ്ഥമായിട്ടിരിക്കുന്നുവോ, ബ്രെയിൻ എപ്പോഴൊക്കെയാണോ സ്റ്റിമുലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അസ്വസ്ഥമായിട്ടിരിക്കുന്നുവോ ആ സമയത്തൊക്കെ നിസ്സാര കാര്യം വരുമ്പോൾ തന്നെ മനസ്സ് വല്ലാതെ വികാരഭരിതമാവുകയും ദേഷ്യപ്പെടുകയും ഭയപ്പെടുകയും അസ്വസ്ഥമാവുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക എന്നത് തന്നെ. അതിന് ഈ നിമിഷത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക, അങ്ങനെ പരിശീലിക്കുക. അതുപോലെ വായന, പുസ്തകങ്ങൾ വായിക്കുന്നത്, പ്രത്യേകിച്ച് നോൺ ഫിക്ഷൻ ബുക്കുകളൊക്കെ വായിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കി നിലനിർത്തുവാൻ നമ്മളെ വളരെയധികം സഹായിക്കും. കാരണം അത് നമ്മൾ ഫോക്കസോടുകൂടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക എന്ന ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക. അത് നമുക്ക് സാധ്യവുമാണ്. മനസ്സിനെ ശാന്തമാക്കി നിലനിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ശാന്തമായിട്ടിരിക്കുക എന്ന അവസ്ഥയാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കാറ് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് വളരെ മോശമായിട്ട് ചിന്തിക്കുന്നതിനും ചിത്രീകരിക്കുന്നതിനും വേണ്ടിയൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് താങ്ങാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് ഓടി ഒളിക്കുവാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ശാന്തമായിട്ടിരിക്കുവാൻ, നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ തന്നെ അംഗീകരിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും നല്ല കാര്യങ്ങളും ഒക്കെ അംഗീകരിക്കുന്നതിന് വേണ്ടി ഒരല്പസമയം ഒന്ന് ചിലവഴിച്ച് നോക്കൂ. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജേണൽ, ഒരു നോട്ട്ബുക്കോ പേപ്പറോ ഒക്കെ കൂടെ കരുതാം. നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളൊക്കെ എഴുതി വയ്ക്കാം. നിങ്ങൾ നേടിയിട്ടുള്ള നേട്ടങ്ങളൊക്കെ എഴുതി വയ്ക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയല്ല, മനസ്സിനെ ശാന്തമായിട്ട് നിലനിർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്
നമ്മൾ പലപ്പോഴും ഈ പുറമേയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതിൽ നിന്ന് മാത്രമേ സന്തോഷം ലഭിക്കൂ എന്ന് തീരുമാനിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഏറ്റവും വലിയ സന്തോഷം നമുക്ക് നമ്മുടെ കൂടെ തന്നെ ഇരിക്കുമ്പോൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ പരിശീലനത്തിലൂടെ, പറഞ്ഞ പ്രവർത്തികളിലൂടെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, കൂടെ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമ്മൾ എന്ത് നേടിയാലും നേടിയില്ലെങ്കിലുമൊക്കെ ഈ ജീവിതം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ സ്വസ്ഥമായി ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രേരിപ്പിക്കുക. ഈ നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളോട് കൂടെ നിൽക്കുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ് എന്ന് മനസ്സിലാക്കുക. കാരണം നേട്ടങ്ങൾ നേടി നമുക്ക് ലഭിക്കുന്ന ആ ഫീലിങ്ങിനാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പല നേട്ടങ്ങളും നേടുന്നത്. അപ്പോൾ ആ ഫീലിംഗ് നമ്മൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിൽ സൃഷ്ടിക്കുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ അത്ഭുതകരമായിട്ട് പലതരത്തിലുള്ള നേട്ടങ്ങളും വളർച്ചയുമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മൾ എന്തിനെങ്കിലും പിറകെ ഓടി ചേസ് ചെയ്ത് എന്തെങ്കിലും നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ സ്ട്രെസ്സ്, ടെൻഷൻ, അസ്വസ്ഥത ഒക്കെ കൂടുന്നത്. എന്നാൽ നമ്മളൊരു ഫ്ലോ സ്റ്റേറ്റിൽ നിന്ന്, പീസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന്, ശാന്തമായിട്ടുള്ള മനസ്സോടുകൂടെ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ, പ്ലാൻ ചെയ്യുമ്പോൾ അത്ഭുതകരമായിട്ട് പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ലഭിക്കും. ഇതിനർത്ഥം മടി പിടിച്ചിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക, എല്ലാ കാര്യങ്ങളും നടന്നുകൊള്ളും എന്നല്ല. ഇതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ശക്തി, നമ്മുടെ ബ്രെയിനിനെ, അതിൻ്റെ അപാര ശക്തിയെ ഒക്കെ അംഗീകരിക്കുന്നു എന്നും, ആ ശക്തി നമ്മൾ ഉള്ളിടത്തോളം കാലം എന്ത് നേടിയെടുക്കുന്നതിനും ചേസ് ചെയ്ത് അസ്വസ്ഥമായി ടെൻഷൻ അടിച്ച് നേടിയെടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സ്വസ്ഥമായിട്ടുള്ള മനസ്സോടുകൂടെ, ശാന്തമായ മനസ്സോടുകൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള യാഥാർത്ഥ്യം. കാരണം നമ്മുടെ ബ്രെയിൻ അത്രമാത്രം പവർഫുള്ളാണ്. നമ്മളങ്ങനെ ചേസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് നേടിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കാൻ, ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതൊരു പ്രയോറിറ്റി ആയിട്ട് മാറ്റുക. പിന്നീട് നമ്മൾ ലക്ഷ്യങ്ങളും ഗോളുകൾക്കൊക്കെ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് ആ യാത്ര വളരെ മനോഹരമായിട്ട് അനുഭവപ്പെടും. അപ്പോൾ മനസ്സിനെ സ്വസ്ഥമാക്കുക, ശാന്തമായിട്ട് നിലനിർത്തുന്നതിന് നമ്മുടെ കൂടെ തന്നെ സമയം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുക. ഒരല്പസമയമൊക്കെ അതിനുവേണ്ടി മാറ്റിവെക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, കൂടുതൽ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ സാധിക്കും. സ്വസ്ഥതയിൽ നിങ്ങൾക്ക് നിലനിൽക്കുവാൻ സാധിക്കും. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ, സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരും. ശരീരത്തിന് വല്ലാത്ത എനർജി അനുഭവപ്പെടും. ഇതൊക്കെ ഇതൊക്കെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രയോറിറ്റി അതായിരിക്കട്ടെ. സ്വസ്ഥമായി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളെ തന്നെ മാറ്റിയെടുക്കുക. അത് ജീവിതത്തിലെ ഓരോ നിമിഷവും വളരെ മനോഹരമായിട്ടുള്ള അനുഭവമാണെന്ന് തിരിച്ചറിയുന്നത് നമ്മെ സഹായിക്കും. ജീവിതത്തിൽ അനുഭവപ്പെടുന്ന മോശം എക്സ്പീരിയൻസുകളൊക്കെ പല പാഠങ്ങളാണെന്നും, അതിലൂടെ പല കാര്യങ്ങൾ ഞാൻ നേടിയെടുക്കുന്നുണ്ട് എന്നും ഉള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുവാൻ തുടങ്ങും. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളെപ്പോഴും വളരെ നെഗറ്റീവായിട്ടാണ് കാണാറ്. എന്തുകൊണ്ട് എനിക്കിങ്ങനെ? ഞാനെന്ത് തെറ്റ് ചെയ്തു?
എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഓരോ അനുഭവങ്ങളും നമ്മൾ വ്യക്തമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ, മോശമെന്ന് നമ്മൾ കണക്കാക്കുന്ന ഓരോ അനുഭവങ്ങളും, തോൽവികളാവട്ടെ, റിജക്ഷൻസ് ആകട്ടെ, അതൊക്കെ പലതും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു. പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ അതിനൊന്ന് വിശകലനം ചെയ്ത് ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പഠിക്കുവാൻ സാധിച്ചോ? ഈ ജീവിതം ഇതിലൂടെ എന്നോട് പറയാൻ എന്തോ ശ്രമിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായോ? എന്ന് വ്യക്തമായിട്ട് നമ്മൾ അതിനൊന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ അതിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നീട് വീണ്ടും അതുപോലത്തെ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വരാം. നമുക്കൊക്കെ അനുഭവമുള്ളതാ. ഒരേ അനുഭവം തന്നെ പല രീതിയിൽ അതിങ്ങനെ റീസൈക്കിൾ ചെയ്തു വരുന്നു. എന്നാൽ നമ്മളതൊന്ന് അതിലേക്കൊന്ന് ശ്രദ്ധ കൊടുത്ത് ആ ഒരു അനുഭവം വന്നതിന് നന്ദി പറഞ്ഞ് ഇതിൽ എനിക്ക് പഠിക്കാനുള്ള പാഠം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ ആഴത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം ആവർത്തിക്കില്ല. പിന്നെ നമ്മൾ കുറേ കൂടെ കരുത്തനായി മാറുന്നു. അപ്പോൾ ജീവിതത്തിനെ മനസ്സിലാക്കുവാൻ, അതിന് ചെവി കൊടുക്കുവാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. പല കാര്യങ്ങളും ജീവിതം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ശാന്തമായ മനസ്സോടുകൂടെ ഒരല്പം ചെവിയോർത്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഈ ജീവിതം നമ്മളോട് പറയും. ജീവിതം നമുക്ക് വെറും അസ്വസ്ഥതയും വേദനയും സഫറിങ്ങും തരുന്നതിനുള്ള അനുഭവമല്ല. എന്നാൽ ഇത് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ്. അതിന് മനസ്സിലാക്കുന്നതിന് ശാന്തമായിട്ടുള്ള മനസ്സ്, അത് നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ച് അത് ക്രിയേറ്റ് ചെയ്തേ മതിയാവും. ഈ നിമിഷത്തിൽ നിലനിന്ന് മനസ്സിനെ ശാന്തമാക്കുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് മനസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള സുഖം നൽകി പിന്നീട് ബുദ്ധിമുട്ട് നൽകുന്ന കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ അതിലൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സിൻ്റെ കൂടെ സ്വസ്ഥമായി ശാന്തമായി സമയം ചിലവഴിക്കുക എന്ന കാര്യം മനസ്സിലാക്കി അതിനു വേണ്ടിയൊക്കെ നമ്മൾ അല്പം സമയം ചിലവഴിക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന ശാന്തിയും സമാധാനവും സ്വസ്ഥതയും അതൊന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിൻ്റെ കൂടെ ഇരിക്കുക അല്പസമയം. നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങളെ തന്നെ പരിപൂർണമായി അംഗീകരിക്കുക. താങ്ക് യു.